പാലക്കാടുകാർക്കൊക്കെ എന്താണ് സുഖമാണോ? പാലക്കാടുകാരും പുള്ളോട്ടുകാർക്കെല്ലാം സുഖമായിരിക്കും. വീട്ടിലെങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് അവസ്ഥ? കാര്യങ്ങളൊക്കെ സുഖം? പ്രവീൺ പാലക്കാട് വളരെ സന്തോഷം കാണാൻ പറ്റി. താങ്ക് യു. പ്രവീൺ പുള്ളോട്ട് പൊളിക്കാൻ പോവല്ലേ? പൊളിക്കാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ പ്രവീൺ. പാലക്കാട് പുള്ളോടുള്ള എൻ്റെ നാട്ടിലുള്ള ഒരു രണ്ടാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പുള്ളോട് കഥകൾ പറയുമ്പോൾ മണിയേട്ടൻ്റെ കഥ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മണിയേട്ടനാണ് പുള്ളോട്ടിലെ മെയിൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മണിയേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം പറയുകയാണെങ്കിലും വിസ്തരിച്ചിട്ടേ മണിയേട്ടൻ പറയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാണ്, മണിയേട്ടൻ തമിഴ്നാടുകാരനാണെന്ന് വിചാരിക്കുക. മണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരശുരാമൻ മഴുവെറിഞ്ഞ കഥ മുതൽ രണ്ടാം പിണറായി സർക്കാർ വന്ന കഥ വരെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കേരളത്തിലേക്ക് പോകണമെന്നാണ് മണിയേട്ടൻ പറയാറുള്ളത്. മണിയേട്ടൻ 10ാം ക്ലാസ് തോറ്റാണ്. കാരണം എന്ന് വെച്ചാൽ മണിയേട്ടന് 1 വേർഡ് എഴുതാൻ അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം ശ്രീരാമൻ്റെയും സീതയുടെയും മക്കളുടെ പേരെന്താണെന്നാണെങ്കിൽ 11 കുശനും 12 കുശനും 13 കുശനും 14 കുശനും എന്ന് ഓപ്ഷനിലുണ്ടാവും. പക്ഷേ മണിയേട്ടൻ അതിൽ ഓപ്ഷനിൽ എഴുതാൻ മണിയേട്ടന് താല്പര്യം ഉണ്ടാവില്ല. മണിയേട്ടൻ ദശരഥൻ്റെ കഥ മുതൽ തുടങ്ങിയിട്ട് ശ്രീരാമൻ്റെയും സീതയുടെയും കഥ എത്തിയിട്ടേ ഉത്തരം പറയുള്ളൂ. അതുകൊണ്ട് തന്നെ മണിയേട്ടൻ PSCക്കും പോയിട്ടില്ല. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മണിയേട്ടൻ നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോൾ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്തൊരു പയ്യൻ എൻ്റെ അടുത്ത് അമ്പലത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് അമ്പലത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മണിയേട്ടൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണിയേട്ടൻ്റെ കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാവും, പക്ഷെ അത് മണിയേട്ടൻ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഒരു 10 കൊല്ലമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. മണിയേട്ടൻ്റെ അയൽവാസിനെ പാമ്പ് കടിച്ചു, ഒരു പയ്യനെ പാമ്പ് കടിച്ചു. മണിയേട്ടനും ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എപ്പോഴാണ് കടിച്ചത്, എന്ത് പാമ്പാണ് കടിച്ചതെന്ന്. അതിനുള്ള ഉത്തരം മണിയേട്ടൻ എന്ത് പറഞ്ഞു എന്നറിയില്ല. കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ആയിരുന്നു ആ പയ്യൻ്റെ 12ാം ചരമവാർഷികം. ഇപ്പം മണിയേട്ടൻ്റെ ഉയരം എത്രയാണെന്ന് പറഞ്ഞാൽ 5.5 അടി എന്ന് പറഞ്ഞാൽ മതി മണിയേട്ടന്. പക്ഷെ മണിയേട്ടൻ പറയുക ഉയരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽവക്കത്തെ കുളിമുറി കാണാൻ ഇഷ്ടിക വേണം, അതാണ് എൻ്റെ ഉയരം എന്നാണ് മണിയേട്ടൻ പറയുക. മണിയേട്ടൻ്റെ അടുത്ത് പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 വയസ്സെന്ന് പറഞ്ഞാൽ മതി. മണിയേട്ടൻ പറയും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എനിക്ക് സ്കൂൾ അവധി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ബാക്കിയുള്ളവൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അതുകൊണ്ട് തന്നെ മണിയേട്ടനോട് ഞാൻ അന്ന് വരെ യാതൊരു വിധത്തിലുള്ള ചോദ്യവും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. എന്തിനാണ് നമ്മൾ പോയിട്ട് ഒരു ദിവസം കളയണമെന്ന് വെച്ചിട്ട്. ഒരു ദിവസം ഞാൻ പാലക്കാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മണിയേട്ടൻ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ബൈക്കിലല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് ആകെ 20 മിനിറ്റിൻ്റെ ജേർണി ഉള്ളൂ എൻ്റെ വീട് വരേക്കുള്ളത്. മണിയേട്ടനെയും വണ്ടി കയറ്റി. മണിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയതാണ് മണിയേട്ടാന്ന് ചോദിച്ചു. അപ്പം മണിയേട്ടൻ പറഞ്ഞു, ഞാൻ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മണിയേട്ടൻ എൻ്റെ പിറകിലിരിപ്പുണ്ട്. അപ്പം മണിയേട്ടൻ പറഞ്ഞു, ഒന്നുമില്ലടാപ്പാ, 4 ഇന്നലെ പുലച്ചയ്ക്ക് കുളിക്കാൻ പോയതാണ് 5:30 മണിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു 5:30 മണിക്ക് കുളിക്കാൻ പോയല്ലേ, വഴുക്കലുള്ള അമ്പലക്കുളമാണ്, ഞാൻ വഴിക്ക് വീണതായിരിക്കും വിചാരിച്ചു. പക്ഷെ മണിയേട്ടൻ വീണില്ല. ആ കുളി കഴിഞ്ഞും കണ്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് ഇഡ്ഡലി തിന്നുമ്പോൾ അമ്മ പറഞ്ഞു ചക്കയിടുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ചക്കയിടാൻ വേണ്ടി പ്ലാവിൽ കയറിയപ്പോൾ മണിയേട്ടൻ വീണിട്ടുണ്ടാവുന്നു. പക്ഷെ മണിയേട്ടൻ വീണില്ല. പ്ലാവിൽ ചക്കയിട്ടും കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലത്ത് പോയടവനെ. പിന്നെ അമ്പലത്ത് പോയിട്ട് സുരേഷ് വന്നു, രതീഷ് വന്നു, മാധവേട്ടൻ വന്നു. അവരുടെ അടുത്ത് സംസാരിച്ച കഥ മുഴുവൻ മണിയേട്ടൻ പറഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ലടാപ്പാ, ഞാൻ 2 മണിക്ക് ബൈക്ക് എടുത്തിട്ട് തൂളി എൻ്റെ വീട്ടിലേക്ക് വിശന്നിട്ടേ. ബൈക്കിൽ പോണതല്ലേ, ചിലപ്പോൾ വീണാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബൈക്ക് സ്ലോ ആക്കിയിട്ട് പെല്ലെ മണിയേട്ടൻ്റെ പറയണത് കേൾക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ മണിയേട്ടൻ വീണില്ല. മണിയേട്ടൻ വീട്ടിൽ പോയി ഊണ് കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നരസിംഹം സിനിമ കണ്ടു. അതിൻ്റെ കഥയും എനിക്ക് പറഞ്ഞു തന്നു. തിരിച്ച് അമ്പലത്ത് പോയി വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ആ 7 മണിയായപ്പോഴാണ് അവനെ സൂര്യ വന്നിട്ട് ഒരു അരിയും കൊണ്ടുവന്നു. നമുക്ക് 2 ആക്കാ പറഞ്ഞിട്ടേ 4 വലിയ ടോർച്ച് കൊടുത്തിട്ട് അവനും കൂടെ ചെതലുമേലിൻ്റെ മണ്ടയ്ക്ക് കയറി. മലയുടെ മുകളിൽ കയറിയതല്ലേ, ടോർച്ച് എടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ വീണ്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ മണിയേട്ടൻ വീണില്ല. നാം വന്നും കണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ഈ സമയത്ത് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ എത്തിയിട്ട് മണിയേട്ടൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ മണിയേട്ടാ നിങ്ങളൊന്ന് വീഴിൻ, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ മണിയേട്ടൻ പറയുക, ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വീണതാണെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് വീണതിൻ്റെ കാര്യത്തിനാണ് മണിയേട്ടൻ തലേന്ന് രാവിലെ പുലർച്ചയ്ക്ക് കുളിക്കാൻ പോയ കഥ മുതൽ തുടങ്ങിയത്. ഇതാണ് മണിയേട്ടൻ്റെ കഥ. അടുത്തത് സോമൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ സോമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 4 ഫ്രണ്ട്സും കൂടെ ഒരു മരണ വീട്ടിലേക്ക് പോവാണ്.
മരണവീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത ബന്ധുവൊന്നും അല്ലാത്ത സുഹൃത്തൊന്നും അല്ലാത്ത ഒരു പരിചയത്തിലുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ ചിരിച്ചും തമാശ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. മരണവീടിൻ്റെ ഏതാണ്ട് ഒരു 10 മിനിറ്റിൻ്റെ മുമ്പ് എത്തിയപ്പോൾ ഞാനൊരു തമാശ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള രണ്ടുപേരും അത് നല്ലപോലെ എൻജോയ് ചെയ്തു. ഈ സോമൻ മാത്രം ചിരിക്കുന്നില്ല. ഒരു വലിയ പറമ്പിലാണ് ഈ മരണവീട് ഉള്ളത്. അപ്പോൾ ഒരാളടുത്ത് ചോദിച്ചു എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ആള് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, അറ്റാക്കാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സോമൻ അങ്ങോട്ട് ചിരി തുടങ്ങി. ചിരി എന്ന് പറഞ്ഞാൽ നിർത്താത്ത ചിരി. ഞാൻ പോയിട്ട് സോമൻ്റെ അടുത്ത് പോയി ചോദിച്ചു സോമ ഒന്ന്. അപ്പോൾ സോമൻ എൻ്റെ പുറത്തൊക്കെ തട്ടിട്ട് എൻ്റെ അളിയാ എന്നൊക്കെ പറഞ്ഞിട്ട് സോമൻ ഒരേ ചിരി. ഞങ്ങൾ മെല്ലെ സോമനെ കൊണ്ടുവന്ന് കാറിലിരുത്തി. സോമൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാടാ സോമ നീ ചിരിച്ചത് എന്ന് ചോദിച്ചു. അളിയ നിന്റെ തമാശയ്ക്കാണ് ഞാൻ ചിരിച്ചതെന്ന്. അതായത് അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, സോമൻ ഒരു 10 മിനിറ്റ് സ്ലോ ആണ്. അതിനുശേഷം ഞങ്ങൾ അവനെ സ്ലോമൻ എന്നാണ് വിളിക്കാറുള്ളത്. ഈ സ്ലോമൻ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 ചെറുപ്പക്കാർ പിള്ളേർ ഇച്ചിരി കള്ളൊക്കെ അടിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് സോമൻ്റെ വണ്ടിയിലിടിച്ച് ഹെഡ്ലൈറ്റൊക്കെ പൊട്ടി. ഞങ്ങൾക്ക് നല്ല ദേഷ്യമായി. ഈ വണ്ടി ഇടിച്ചവന്മാർ തന്നെ നമ്മുടെ സോമനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം. പക്ഷേ സോമൻ ഗാന്ധിനെ പോലെ അനങ്ങാതെ നിൽക്കണം. അപ്പോൾ സോമനൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് പറയുക, ഞങ്ങളും മിണ്ടാതിരുന്നു. പക്ഷെ അവർ പോയ ശേഷം സോമൻ തുടങ്ങി എൻ്റെ വണ്ടിയിൽ വന്നിട്ട് അവന്മാരിടിച്ചിട്ട് എന്നെയും ചീത്ത പറഞ്ഞിട്ട് അവന്മാർ പോയില്ലേ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു 10 മിനിറ്റ് സ്ലോ ആണ്. അപ്പോൾ സോമന് നാട്ടിലെ ഒരു ഹെഡ് മാസ്റ്ററുടെ മോള് രമ്യയായിട്ട് നല്ല പ്രേമത്തിലായിരുന്നു. അത് സോമൻ അവളോട് മാത്രമേ പറയാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം, അവൾക്കും അറിയാം. സോമൻ്റെ സെറ്റപ്പാകെ മാറി. സോമൻ ഒരു ട്യൂട്ടോറിയൽ കോളേജൊക്കെ തുടങ്ങിയപ്പോൾ ഈ രമ്യയ്ക്ക് തിരിച്ച് സോമനോട് സ്നേഹം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സോമൻ ഈ അമ്പലത്തിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ സോമൻ ഇരിക്കുകയാണ്. അപ്പോൾ രമ്യ വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം 6-7 കൊല്ലമായിട്ട് സോമേട്ടൻ എന്നെ ഇഷ്ടമാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ കല്യാണം നടത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. സോമന് ഭയങ്കര സന്തോഷമായി. സോമൻ കണ്ണടച്ചിട്ട് സോമൻ പറഞ്ഞു നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണം നടത്തണം, എന്തായാലും എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് സമയം എടുക്കുമല്ലോ സോമൻ എന്ന് പറയാൻ. ഈ മാഷുടെ മോള് രമ്യ പോയിട്ട് പാൽക്കാരി ജാനുവിൻ്റെ മോള് രമണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രമണിയാണിത് കേട്ടത്. രമണി വീട്ടിൽ പോയി പറഞ്ഞു, വീട്ടിൽ പട്ടാപ്പകലൊരു പെൺകുട്ടിയോട് പ്രേമം പറഞ്ഞിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സോമൻ ജാനുവിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. സോമൻ ഈ ട്യൂട്ടോറിയൽ കോളേജൊക്കെ തുടങ്ങിയിട്ട് സോമൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം സോമനൊരു ബുള്ളറ്റ് മേടിച്ചു. ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് മേടിച്ചിരിക്കുകയാണ് സോമൻ. അപ്പോൾ ഞാനിങ്ങനെ സോമൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി സോമനോട് ചോദിച്ചു എടാ ബുള്ളറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാമല്ലോ സ്വാഭാവികമായും സോമൻ ഒരു 10 മിനിറ്റ് ആയിരിക്കും സോമൻ ഇതിന് മറുപടി പറയാനെടുക്കും. ഞാൻ മൊബൈലൊക്കെ നോക്കിയിരുന്നു. ആ സമയത്ത് നമ്മുടെ ദാസേട്ടൻ, നാട്ടിലൊരു ചെറിയ ഗുണ്ടയാണ്, ദാസേട്ടൻ വന്നിട്ട് മകൾ അവിടെ ചേർത്തിട്ടുണ്ട്. മകൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ദാസേട്ടൻ ചോദിച്ചു എൻ്റെ മകൾ എങ്ങനെയുണ്ടെന്ന്. ഉടനെ സോമൻ പറഞ്ഞ മറുപടി ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും 100% സൂപ്പറാണെന്ന്. 2 അടി ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, 2 പല്ലും പോയി സ്ലോമൻ്റെ. ഇതാണ് സ്ലോമൻ്റെ കഥ. ഇനിയും പുള്ളോടൻ കഥകളുമായിട്ട് വീണ്ടും ഒരിക്കൽ വരാം. താങ്ക്സ്. പ്രവീൺ ചേട്ടാ പറയൂ. നല്ല കഥയായിരുന്നു കേട്ടോ. താങ്ക് യു. സ്ലോമൻ എന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര രസമായിട്ടാണ്, ഞാൻ ഒത്തിരി ചിരിച്ചു. പ്രവീണേ പറയൂ സാർ. ആരെയും ഉപദ്രവിക്കാതെ ആരെയും ശല്യം ചെയ്യാതെ ചുമ്മാ നിന്ന് കുറച്ച് പാലക്കാടൻ ശൈലിയിൽ ഒരു സ്റ്റോറി മണിയേട്ടൻ്റെയും സ്ലോമൻ ചേട്ടൻ്റെയും അതെ അതെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചു. അതെ അതെ ഒരുപാട് കഥകൾ കൊണ്ടുവന്നു. അതിൽ നിന്ന് ലാസ്റ്റാണ് മണിയഞ്ചേട്ടനെയും സോമൻ ചേട്ടനെയും എടുത്തത്. അതിൽ ഉള്ളതിൽ നല്ല നല്ല സംഭവങ്ങൾ കോർത്തിണക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് അവതരിപ്പിച്ചു. താങ്ക് യു. ഓ എനിക്ക് പ്രവീണിനെ ഒബ്സർവ് ചെയ്തപ്പോൾ തോന്നിയത് ഭയങ്കര പരിശ്രമശാലിയാണ് പുള്ളി. ആഗ്രഹമാണ് പുള്ളിയെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. സത്യല്ലേ? ഇദ്ദേഹം പറഞ്ഞ ഈ മണിയൻ എന്നൊക്കെ പറഞ്ഞ ആള് നമുക്ക് കറക്റ്റ് പരിചയമുള്ള ആൾക്കാരാട്ടോ. പിന്നെ ഈ സ്ലോ കുറെ സമയം കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കുക, ഓർത്ത് വയ്ക്കുന്നത്. ഇയാളെയും നമുക്ക് പരിചയമുള്ള ആളാണ്. ഈ 2 ക്യാരക്ടേഴ്സും നല്ല പരിചയമുള്ളവരാണ്. ആ 2 പേരെ വെച്ച് കുറേ ഇവന്റ്സ് പ്രവീൺ ഉണ്ടാക്കി എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. ഗംഭീരമായി. താങ്ക് യു. ഈ എക്സ്പ്രഷൻ ഇച്ചിരി വൈകി കിടക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര കോമഡിയാണ്. കാരണം നമ്മൾ പറയുന്നതിനല്ല പുള്ളി എക്സ്പ്രഷൻ ഇടുന്നത്. നമ്മൾ ഒരു ഇതിന് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ എക്സ്പ്രഷൻ ഇടുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, എങ്ങനെ പുള്ളി എക്സ്പ്രഷൻ ഇടുന്നത്? ഞാൻ അതാ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് പുള്ളിയെ ഞാൻ അപ്പം ചേട്ടൻ വന്നിട്ട് പറയണം ബോട്ട് മുങ്ങി 30 പേര് മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു. എന്റെ ചേട്ടാ
ബോട്ട് മുങ്ങി 30 പേര് മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു, രക്ഷിക്കാൻ പോയ ഒരാൾ മരിച്ചു. ഭാഗ്യം. ഇങ്ങനെ മാറി മാറി കിടക്കുന്നേ എക്സ്പ്രഷൻ 2 സെക്കൻഡ് തള്ളി വെച്ചേക്കുന്ന പുള്ളിയുടെ. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ കാര്യമൊക്കെ ഓർമ്മ വന്നു നിങ്ങൾ പറഞ്ഞപ്പോ. ഗംഭീരമായി കേട്ടോ.